വെൽക്കം ടു ഇച്ചൂസ് 369 വ്ളോഗ്സ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കഴക്കൂട്ടത്തുള്ള ഹരിശ്രീ തിയേറ്ററിലാണ്. ഇന്ന് നമ്മുടെ ജയറാമേട്ടൻ്റെ മൂവിയായ ഓസ്ലർ റിലീസായിരുന്നു. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഷോയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അബ്രഹാം ഓസ്ലർ കാണുന്നതിനായിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് ടിക്കറ്റ് എടുത്തത് ഒരു കണക്കിന് ഭാഗ്യമായി, കാരണം ഇവിടെ വന്നപ്പോൾ ഹൗസ്ഫുള്ളും. ഈ മൂവിയുടെ ഡയറക്ടർ മിഥുൻ മാനുവൽ ആണ്. നമ്മളീ പലർക്കും ചിലപ്പോൾ മിഥുൻ മാനുവലിനെ അറിയത്തില്ലായിരിക്കും, പക്ഷെ അദ്ദേഹം ചെയ്ത സിനിമകൾ ഫേമസ് ആണ് കേട്ടോ. ഹിറ്റ് സിനിമകളാണ്. സിനിമകൾ പറയുകയാണെങ്കിൽ ആട് 2, ഓം ശാന്തി ഓശാന, അഞ്ചാം പാതിര, ഇതെല്ലാം അദ്ദേഹത്തിന്റെ സിനിമകളാണ്. ഈ ഹിറ്റ് സിനിമകളോടൊപ്പം ചേർക്കാൻ പറ്റിയ മറ്റൊരു ഹിറ്റ് മൂവി ആയിരിക്കുമോ ഓസ്ലർ? അത് നമ്മൾ കണ്ടിട്ട് വന്ന് പറയാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഹൗസ്ഫുൾ ആണെന്ന്, അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇനി സിനിമ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എനിക്ക് ഫീലായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നന്നായിട്ട് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് കേട്ടോ. ജയറാമേട്ടൻ്റെ ഒരു തിരിച്ചു വരവ് തന്നെയായിരുന്നു ഈ സിനിമ. നമ്മൾ ഇത്രയും നാളും കണ്ട ജയറാമേട്ടനെ ഈ സിനിമയിൽ നമുക്ക് ഒരിടത്തും കാണാൻ പറ്റത്തില്ല കേട്ടോ. നമ്മുടെ ജയറാമേട്ടൻ്റെ പെർഫോമൻസ് ലെവൽ നോക്കിയാൽ തന്നെ അതിഗംഭീരമായിരുന്നു, അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നമ്മളെപ്പോഴും ചിരിച്ച് കളിച്ച് കോമഡി പറഞ്ഞ് നടക്കുന്ന ഒരു ജയറാമേട്ടനെയാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. പക്ഷെ ആ ജയറാമേട്ടനെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റില്ല. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് സസ്പെൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ മമ്മൂക്കയുടെ എൻട്രി ആയിരുന്നു കേട്ടോ. നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു മമ്മൂക്ക ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ള. അഭ്യൂഹങ്ങൾ വെച്ച് നമ്മൾ ആ സിനിമ കാണാൻ പോയാൽ കൂടി മമ്മൂക്ക എവിടെയാണ് മമ്മൂക്കയുടെ എൻട്രി എന്ന് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഓരോ സ്ഥലം വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ കഥാപാത്രങ്ങൾ വരുമ്പോഴും നമ്മൾ ചിന്തിക്കും ഇവിടെ ആയിരിക്കും വരുന്നതെന്ന്. പക്ഷെ അവിടെ ഒന്നും ആയിരിക്കത്തില്ല വരുന്നത്. പക്ഷെ ആ വരുന്നത് ഒരു ഒന്നൊന്നര വരവ് തന്നെയാണ്. നമ്മളെ തിയേറ്ററിനെല്ലാം ഇളക്കി മറിച്ച് കൊണ്ട് തന്നെയായിരുന്നു നമ്മുടെ മമ്മൂക്കയുടെ എൻട്രി. സത്യം പറയുന്നത് അതൊരു വല്ലാത്ത ഫീൽ തന്നെയായിരുന്നു. അത് ഞങ്ങൾ ആ മൊമെന്റ് നന്നായിട്ട് ആസ്വദിച്ചു. നമ്മുടെ മമ്മൂക്കയുടെ എൻട്രി വരപ്പോൾ ചിലപ്പോൾ ജയറാമേട്ടൻ്റെ റോളൊന്ന് താന്നു പോകുമെന്ന് എനിക്കൊരു ഡൗട്ട് വന്നായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും അല്ലായിരുന്നു കേട്ടോ. രണ്ടുപേരും ഒരുപോലെ കൊണ്ടുപോകാൻ നമ്മുടെ ഡയറക്ടറിന് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊരു അടിപൊളി മൂവിയാണ്. ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് കേട്ടോ. ഇതിലൊരു റിവഞ്ച് ഉണ്ട്, ദെൻ ഇമോഷൻ ഉണ്ട്, ലവ് ഉണ്ട്, എല്ലാം അടങ്ങിയ ഒരു അടിപൊളി സിനിമ തന്നെയാണ് ഓസ്ലർ. സാധാരണ ക്രൈം ത്രില്ലർ മൂവീസ് ഫാമിലീസിന് ഇഷ്ടപ്പെടാറില്ല, പക്ഷെ ഈ മൂവി കുടുംബസമേതം വന്ന് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. സിനിമയുടെ അവസാനം എത്തുമ്പോൾ നമുക്ക് നല്ല നിരാശ തോന്നും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമയുടെ തുടക്കം ചോദിക്കുന്ന പല ചോദ്യങ്ങളുടെ ഉത്തരവും സിനിമയുടെ അവസാനവും നമുക്ക് നൽകുന്നില്ല. പക്ഷെ ആ ഉത്തരങ്ങളെല്ലാം അവർ വിരൽ ചൂണ്ടുന്നത് അടുത്ത ഭാഗത്തിലോട്ടാണ്. ഇതിനൊരു രണ്ടാം ഭാഗം ഉണ്ട് എന്നുള്ളതാണ് സിനിമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവസാനം നമുക്ക് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഇനിയും നമ്മൾ കാണും ഓസ്ലർ എന്ന്. അതുപോലെ ഞങ്ങളും അബ്രഹാം ഓസ്ലറിന്റെ സെക്കൻഡ് ഭാഗത്തിനായി കാത്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഉടനെ തന്നെ പോയി ആസ്വദിച്ച് സിനിമ കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.